ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന്റെ ജന്മനാളാണ്. അപ്പോൾ മെയ് 24-നാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ജന്മനാൾ കൂടി അദ്ദേഹം ആഘോഷിക്കുന്നു. ജന്മദിന ആശംസകൾ. പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും വളരെ സീനിയറായിട്ടുള്ള കേരളത്തിലെ നേതാവാണ്. അദ്ദേഹം എങ്ങനെ ഭരിച്ചു, എന്ത് ചെയ്തു, അതൊക്കെ മാറ്റിവെക്കുക. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന വളരെ സീനിയറായിട്ടുള്ള 77 മുതൽ 50 വർഷക്കാലമായി, ഇപ്പോൾ 2027 പോകുന്നു, 50 വർഷക്കാലമായി കേരള നിയമസഭയിലുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ. ഇതിനിടയിലാണ് ഒരുപാട് തർക്കങ്ങൾ ഈ ദേവാസുരം സിനിമയിലാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് പോലെ ഇനിയെങ്കിലും നന്നാവട വാര്യരെ എന്നുള്ള ചർച്ചയൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഈ ജന്മനാളിന് അദ്ദേഹത്തിന് കിട്ടുന്നത് പൂച്ചെണ്ടുകളല്ല, കല്ലേറുകളാണ് എന്നുള്ളതാണ് ഒരു വിധി വൈപരീത്യം. ഇന്നലെ കിളിമാനൂർ ഏരിയ കമ്മിറ്റിയിൽ നടന്ന യോഗത്തിൽ മുൻ മന്ത്രി വാസവൻ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ വാസവൻ പങ്കെടുത്ത യോഗത്തിലും വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി തള്ളിപ്പറയാത്തതും വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധതയും വലിയ രീതിയിലാണ് വോട്ട് ചോർന്നത് എന്നാണ് അവിടുത്തെ വിലയിരുത്തൽ. കാരണഭൂതൻ എന്ന കവിത എഴുതുകയും 501 1001 വനിതകളെ കൊണ്ട് പിണറായി സഖാവാണ് കാരണഭൂതനെന്നും ലോകത്തെ മുഴുവൻ പിണറായി സഖാവ് കേരളത്തെ അറിയിച്ചു എന്നുള്ള പാട്ട് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ, പാറശാല നടന്ന ജില്ലാ സമ്മേളനത്തിൽ കാരണഭൂതൻ എന്ന് പറഞ്ഞൊരു തിരുവാതിര അവതരിപ്പിച്ചിരുന്നു. വലിയ വിവാദമായതാണ്. പക്ഷെ പലരും അത് എൻജോയ് ചെയ്തതാണ്. ആ പാട്ട് എഴുതിയത് വേറെ ആളാണ്. പക്ഷെ അത് അവതരിപ്പിക്കാനും തിരുവാതിര കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ മുൻകൈയെടുത്ത പാറശാല ഏരിയ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ആ കാരണഭൂതൻ മാറണം. അപ്പോൾ കാരണഭൂതൻ മാറണം എന്നുള്ള, പിണറായി വിജയൻ മാറണം എന്നില്ലെങ്കിൽ ഒഴിവാകണമെന്ന് പിണറായി വിജയന്റെ കടക്ക് പുറത്തും ഡാഷ് മോനും അതുപോലെ തന്നെ പരനാറിയും പരമചെറ്റയും പിന്നെ കുളംകുത്തിയും അങ്ങനെ തുടങ്ങിയുള്ള അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് തോറ്റതെന്ന് കൊച്ചു പിള്ളേർ വരെ, ഇന്നലെ പാർട്ടിയിൽ വന്ന ഡിവൈഎഫ്ഐയുടെ പിള്ളേർ വരെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഇരുന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നു. ഒരു പക്ഷേ ഇത് 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, സഖാവ് തിരുത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെടുമായിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാവരും വാഴ്ത്തുപാട്ട് പാടുകയായിരുന്നു. എന്തൊരു ദ്രോഹമാണ് ആ പാർട്ടി ആ സഖാവിനോട് ചെയ്തത്. എല്ലാ സഖാക്കളും വാഴ്ത്തുപാട്ട് പാടി, എല്ലാ സഖാക്കളും വളരെ ഗൗരവമായി അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് ചെണ്ടയടിച്ച് കുരവയിട്ട് ബഹളമുണ്ടാക്കിയപ്പോൾ ഈ ബർത്ത്ഡേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ വീണ്ടും വാഴ്ത്തുപാട്ടുകാർ വീണ്ടും 2 ചെണ്ടയും കൂടെ കൊണ്ടുവന്ന് വാഴ്ത്തുപാട്ട് പാടിയേനെ. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം പ്രതിപക്ഷത്താണ് എന്ന് മാത്രമല്ല, ചരിത്രത്തിലില്ലാത്ത വലിയ തോൽവിയിലേക്ക്, അതായത് 117 സീറ്റ് 77-ൽ കോൺഗ്രസ് വന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സീറ്റിൽ 102 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ, UDF വന്നപ്പോൾ മുഴുവൻ പാവവും മുഴുവൻ പാപഭാരവും പിണറായിയുടെ മണ്ടയിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഒരു സംശയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഇല്ലായിരുന്നോ? CPM-നൊരു പോളിറ്റ് ബ്യൂറോ ഇല്ലായിരുന്നോ? സെക്രട്ടേറിയറ്റ് ഇല്ലായിരുന്നോ? സംസ്ഥാന കമ്മിറ്റി ഇല്ലായിരുന്നോ? ജില്ലാ കമ്മിറ്റി ഇല്ലായിരുന്നോ? ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ലായിരുന്നോ? ഏരിയ സെക്രട്ടേറിയറ്റ് ഇല്ലായിരുന്നോ? ഏരിയ കമ്മിറ്റി ഇല്ലായിരുന്നു? ഏരിയ സെന്റർ ഇല്ലായിരുന്നോ? ലോക്കൽ കമ്മിറ്റികൾ ഇല്ലായിരുന്നോ? പാർലമെന്ററി സമിതി ഇല്ലായിരുന്നോ? എവിടെ പോയിരുന്നു ഈ സംവിധാനങ്ങളൊക്കെ? ആരും മിണ്ടാതെ പഞ്ചപുച്ഛവും അടക്കി ഇരുന്നതിന് ശേഷം ജയിച്ചപ്പോൾ പിണറായി കൊള്ളാം, 3ാം ടേം വന്നിരുന്നെങ്കിൽ പിണറായി മിടുക്കൻ കൈയടിക്കും നമ്മൾ. 3ാം ടേം വരാത്തത് കൊണ്ട് മുഴുവൻ കുറ്റവും പിണറായിയുടെ മണ്ടയിൽ വെച്ചു കൊടുക്കുന്നത് ഈ ജന്മദിനത്തിൽ ക്രൂരതയാണ്. അത് ശരിയല്ല. ഇതിന്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ് മിസ്റ്റേക്ക് ചെയ്തിരുന്നതെങ്കിലും അതിനെ തിരുത്താതെ, അത് കാലാകാലങ്ങളിൽ ആത്മപരിശോധന നടത്താതെ, സ്വയം വിമർശനം നടത്താതെ, പാർട്ടിക്കകത്ത് വിമർശനം നടത്താതെ വാഴ്ത്തുപാട്ടുകൾ പാടിയതിന്റെ, കാരണഭൂത തിരുവാതിരകൾ കൊണ്ടുവന്നതിന്റെ, ലെജൻഡ് എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതിന്റെ, 600 കോടി രൂപ ഉപയോഗിച്ച് കേരളം മുഴുക്കെ ഈ ഫ്ലെക്സ് വെച്ചതിന്റെ ഒക്കെ കാര്യങ്ങൾ നടന്നപ്പോൾ അത് ശരിയല്ല സഖാവ് തിരുത്തണമെന്ന് ഒരാൾ പോലും, ഒരു പാർട്ടി കമ്മിറ്റിയിൽ പോലും കേരളത്തിൽ പറയാതെ, ഒരു സംസ്ഥാന സമ്മേളനത്തിലും ഇത് പറയാതെ വന്നതിന്റെ ബാക്കി പത്രമാണ് ഇപ്രാവശ്യം പിണറായി വിജയൻ കേൾക്കുന്ന ഈ മുഴുവൻ തെറിയും. എല്ലാവരും പറയുകയാണ്, വച്ചിട്ട് പോടെ വാര്യര് പറഞ്ഞ പോലെ, വാര്യരോട് എന്താ വാര്യരെ നന്നാവാത്തതെന്ന് ചോദിക്കും പോലെ, എന്താ പിണറായി നന്നാവാത്തതെന്ന് ഇനി വയസ്സുകാലത്തെങ്കിലും MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കണമെന്നാണ്
എല്ലാ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും, എല്ലാ ഏരിയ കമ്മിറ്റിയിൽ നിന്നും, എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും എതിർപ്പ് വരുന്നത് വളരെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ ജന്മനാൾ അദ്ദേഹത്തിന് കിട്ടിയത്. എന്താണെന്നറിയില്ല, ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ കഷ്ടമാണ്. അങ്ങനെ ഒരു സഖാവിനെ, ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തി അദ്ദേഹമായിരുന്നു ഈ മുഴുവൻ കുഴപ്പങ്ങൾക്ക് കാരണം എന്ന് ഒരു ഇടതുപക്ഷ പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുമ്പോൾ ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് തോറ്റത് പിണറായി വിജയന്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണോ? എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കുഴപ്പം വന്നു പോയെന്നും, സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലർ പിടിവാശി പിടിച്ചെന്നും, അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ പലരും തോറ്റുപോകുമെന്നുള്ളവരും വീണ്ടും മത്സരിച്ചെന്നും ഒക്കെ ഉള്ള പോളിറ്റ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യകാരണ സഹിതം ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. അല്ലാതെ പിണറായി വിജയനെ ഒറ്റയ്ക്ക് ആക്രമിച്ചത് കൊണ്ട് മാത്രം തീരുന്ന ഒരു വലിയ വിഷമവൃത്തത്തിലല്ല, അങ്ങനെ തീരുന്ന വിഷമവൃത്തത്തിലല്ല CPM പെട്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഒരു വിഷമവൃത്തത്തിലാണ് CPM പെട്ടിരിക്കുന്നത്, LDF പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തമ്മിൽ തർക്കിച്ച് വഴക്കുണ്ടാക്കി ആരാണ് പ്രതി എന്ന് അന്വേഷിക്കാതെ ഇതിൽ ഒരുപാട് കൂട്ടുപ്രതികളുണ്ടെന്നും പരസ്പരം നടന്നിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം നടക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും ഈ ജന്മദിനം അദ്ദേഹത്തിന് കയ്പ് നിറഞ്ഞതാണ്. എല്ലാ ഭാഗത്തു നിന്നും, സകല ഭാഗത്തു നിന്നും 80 വയസ്സ് കഴിഞ്ഞ വെറ്ററനായിട്ടുള്ള സീനിയറായിട്ടുള്ള പിണറായി വിജയനെ, പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെ, 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന, 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന, ഏക ഛത്രാധിപതിയെപ്പോലെ വാണിരുന്ന പിണറായി വിജയന് കൃത്യമായി ഈ പിറന്നാളിൽ കിട്ടുന്നത് കല്ലും മുള്ളുമാണ്, ഒരു പൂച്ചണ്ടല്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ചരിത്രം ഇങ്ങനെയാണ്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തുംഗത്തിൽ നിൽക്കുമ്പോൾ, അധികാരത്തിൽ നിൽക്കുമ്പോൾ കൊട്ടിവിളിക്കാനും വാഴ്ത്തുപാട്ട് പാടാനും തിരുവാതിര കളിക്കാനും ഒക്കെ ചുറ്റും ആളുമുണ്ടാകും. ഒന്ന് വീണ് പോയാൽ, കാലിടറിപ്പോയാൽ ചവിട്ടി താഴ്ത്താനും മണ്ണ് വാരിയിടാനും ആയിരങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ ചരിത്രം കൂടി ഈ ജന്മദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.